മാർക്കോയുടെയും രേഖാചിത്രത്തിൻ്റെയും ഏറ്റവും പുതിയ കളക്ഷൻ അപ്ഡേറ്റുകളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിലേക്ക് വരാം. അതിൻ്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാർക്കോ മൂവി ഇന്ന് 22ാമത്തെ ദിവസത്തിലൂടെയാണല്ലോ കടന്നു പോകുന്നത്. പുത്തൻ റിലീസുകൾ തിയേറ്ററിലെത്തിയപ്പോൾ മാർക്കോയുടെ ഷോയും കാര്യങ്ങളെല്ലാം ഇന്ന് കുറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഒരിക്കലും സിനിമയ്ക്ക് ബുക്ക് മൈ ഷോ ആപ്പിൽ 1000 ടിക്കറ്റ്സുകൾ മണിക്കൂറിൽ വിറ്റഴിക്കുന്ന ആ ഒരു ട്രെൻഡിലേക്ക് എത്തപ്പെടാൻ സാധിച്ചിട്ടില്ല. പുത്തൻ റിലീസുകൾ തന്നെയാണ് സിനിമയുടെ ബുക്കിങ്ങിനെ ബാധിച്ചിരിക്കുന്നത്. ഇന്നലെ ഏകദേശം 20 ലക്ഷത്തിൻ്റെ അടുത്ത് കേരള കളക്ഷൻ നേടിയ ചിത്രത്തിന് ഇന്ന് 22ാമത്തെ ദിവസം ഏകദേശം ഒരു 20 ലക്ഷത്തോളം കളക്ഷൻ മാത്രമേ ഞാൻ ബോക്സ് ഓഫീസിൽ നിന്നും കേരളത്തിൽ നിന്നും പ്രതീക്ഷിക്കുന്നുള്ളൂ. 21ാമത്തെ ദിവസം ഇന്നലെ വ്യാഴാഴ്ച ചിത്രത്തിന് വേൾഡ് വൈഡിൽ നിന്നും ഏകദേശം 80-90 ലക്ഷത്തിൻ്റെ റേഞ്ചിലുള്ള കളക്ഷൻ നേടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഈ ചിത്രത്തിന് ആ ഒരു റേഞ്ചിലുള്ള കളക്ഷനിലേക്ക് എത്തപ്പെടാൻ സാധിക്കില്ല. പുത്തൻ റിലീസുകളുടെ കടന്നുവരവ് തന്നെയാണ് ആ ഒരു സിനിമയെ ബാധിച്ചിരിക്കുന്നത്. എന്തായാലും ഒരു 60 ലക്ഷത്തിൻ്റെ വേൾഡ് വൈഡ് കളക്ഷൻ ആണ് 22ാമത്തെ ദിവസം മാർക്കോ എന്ന ചിത്രത്തിന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ചിത്രത്തിന്റെ ഏകദേശം ഫൈനൽ റണ്ണിലേക്ക് അടുത്തിരിക്കുന്നു. 22 ദിവസത്തെ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ ട്രാക്കിംഗ് പ്രകാരം 97,50 ലക്ഷത്തിന്റെ അടുത്താണ്. രേഖാചിത്രം മൂവി 2ാമത്തെ ദിവസം തന്റെ ആദ്യ വെള്ളിയാഴ്ച തന്റെ തനി സ്വരൂപം പുറത്തെടുത്തിരിക്കുന്നു. ഇന്നലെ ഈ ഒരു സിനിമയ്ക്ക് 8 ലക്ഷത്തിന്റെ കുറവോട് കൂടി 2 CR എന്ന കേരള നേട്ടം നഷ്ടമായി. എന്നാൽ ഇന്ന് 2ാമത്തെ ദിവസം വമ്പൻ ട്രെൻഡിങ്ങോട് കൂടെയാണ് ഈ ഒരു സിനിമ ബുക്ക് മൈ ഷോ ആപ്പിൽ മുന്നോട്ട് പോകുന്നത്. ഇന്ന് ഇതിനോടകം തന്നെ 2.5 കോടിക്ക് മുകളിലുള്ള ഒരു കളക്ഷൻ ചിത്രം ഉറപ്പിച്ചിരിക്കുന്നു. ആദ്യ ദിവസത്തെ വമ്പൻ പോസിറ്റീവ് റിപ്പോർട്ട് തന്നെയാണ് 2ാമത്തെ ദിവസം ചിത്രത്തിന്റെ കളക്ഷൻ കുത്തനെ കയറാനുള്ള പ്രധാന കാരണം. ട്രെൻഡിങ്ങിന്റെ അടിസ്ഥാനത്തിൽ ട്രാക്കേഴ്സ് വ്യക്തമാക്കിയിരിക്കുന്നത് കേരളത്തിൽ നിന്നും 2.5 കോടിയോളം രൂപ സിനിമ 2ാമത്തെ ദിവസം നേടുമെന്നും അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ നിന്നും മാത്രമായിട്ട് 3 CRന്റെ അടുത്ത് ചിത്രം നേടാനുള്ള എല്ലാവിധ സാധ്യതയുമുണ്ട്. അങ്ങനെ സിനിമയുടെ 2 ദിവസത്തെ കേരള കളക്ഷൻ മാത്രം 4,50 ലക്ഷത്തിലേക്ക് എത്തപ്പെടും. ചിത്രത്തിന്റെ 2 ദിവസത്തെ ടോട്ടൽ ഇന്ത്യൻ കളക്ഷൻ 5 കോടിക്ക് മുകളിലേക്കും. ചിത്രത്തിന്റെ 2 ദിവസത്തെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ അറിയാൻ നമ്മൾ ഇനിയും കാത്തിരിക്കേണ്ടി വരും. യാതൊരുവിധ ട്രാക്കേഴ്സ് അപ്ഡേറ്റും ഇതുവരെയും ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷനെ കുറിച്ച് പുറത്തു വന്നിട്ടില്ല.